നമ്മുടെ പല സംശയങ്ങൾക്കുള്ള ദൂരീകരണം നൽകാൻ പ്രാപ്തിയുള്ള ഒരു കൃതിയാണ്, ശ്രീനാരായണ ഗുരു കൃതിയാണ് ഈ ദൈവചിന്തനം. ഞാൻ പിതൃക്കളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചമഹായജ്ഞം എന്നിവയൊക്കെ പാലിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരുവൻ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയുടെ എല്ലാം ഇരിപ്പിടമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമമാണെന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുവനാണ് യഥാർത്ഥ ഋഷി എന്ന് സ്വാമി പറയുകയാണ്. ഇപ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മവും ഗൃഹസ്ഥാശ്രമ ധർമ്മമാണെന്നാണ് ശ്രീനാരായണ ഗുരു ഒരു സന്യാസി ആയിട്ട് കൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറ്റ് സന്യാസി വര്യന്മാരൊക്കെ ലോകം മിഥ്യയാണെന്നും ആത്മീയതയ്ക്കും ഒക്കെ മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ധർമ്മമാർഗം ഉപദേശിച്ച് തന്നിട്ടുള്ള ഒരു ഗുരു ഉണ്ടെങ്കിൽ അത് ശ്രീനാരായണ മഹാഗുരു മാത്രമാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് ശേഷം സന്യാസം എന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് പറയും. 60 വയസ്സിന് ശേഷം നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായി. ഒരച്ഛൻ, അമ്മ, മകൻ, മകൾ എന്നീ നിലകളിലൊക്കെ നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായാൽ, നമുക്കറിയാമല്ലോ ഒരു അമ്മ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അച്ഛൻ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കുഞ്ഞുങ്ങളെ വളർത്തണം, പഠിപ്പിക്കണം, വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണം, വിവാഹം കഴിപ്പിക്കണം, പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ ഒരു പ്രായം വരെ നോക്കേണ്ട ഉത്തരവാദിത്വം ഒരുപക്ഷെ അമ്മൂമ്മയ്ക്കോ അപ്പൂപ്പനോ ഒക്കെ ആയിരിക്കും. അപ്പം അതോടുകൂടി നമ്മുടെ ഈ ലോകത്തെ ഡ്യൂട്ടി കഴിയുകയാണ്. അങ്ങനെ എപ്പോൾ നമ്മുടെ ഡ്യൂട്ടി കഴിയുന്നു എന്ന് നമുക്ക് തോന്നിയോ, അതുകൊണ്ടാണ് 60 വയസ്സിന് ശേഷം ഉചിതമെന്ന് തോന്നുമ്പോൾ സന്യാസം സ്വീകരിക്കാമെന്ന് ഗുരു പറയുന്നത്. അതിനർത്ഥം നമ്മൾ കഷായം സ്വീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് സന്യക്കായിട്ട് ബാക്കിയുള്ള സുഖഭോഗങ്ങളെ മുഴുവൻ ന്യസിക്കുക. ഇനി നമുക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ. എന്താണ്? ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമ്മുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് നമ്മുടെ ജീവിതം? പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഈശ്വരനിലേക്ക് പോകണം അല്ലേ? എവിടെ നിന്ന് വന്നുവോ അങ്ങോട്ടേക്ക് പോകണം. അപ്പം അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള മാർഗം അന്വേഷിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുക, ആധ്യാത്മിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ചിട്ടുള്ള സന്യാസം. പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കാര്യത്തിലോ ഒന്നും നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടേണ്ട കാര്യമില്ല. അവർക്കതിനുള്ള പ്രാപ്തി ആയിട്ടുണ്ട്. അവർ ഇനിയിപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരത് നോക്കിക്കൊള്ളും. നമുക്ക് ഇനിയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനിലേക്ക് പോകാൻ, നേരായ രീതിയിൽ പോകാനായിട്ട് എന്താ മാർഗം എന്ന് അന്വേഷിച്ച് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ തൽപരരായിട്ട് ആ മാർഗത്തെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും.